നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ബേപ്പൂരിൽ PV അൻവറിനെതിരെ മത്സരിക്കുന്ന അപരന്മാരാരും തന്നെ പത്രിക പിൻവലിച്ചിട്ടില്ല. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് പത്രിക പിൻവലിച്ചു. തിരുവനന്തപുരം സെൻട്രലിൽ UDF സ്ഥാനാർത്ഥി CP ജോണിന്റെ അപരൻ S ജോൺ പത്രിക പിൻവലിച്ചു. S വിനേഷ് കുമാർ വിവരങ്ങളുമായി. വിനേഷ്, നേരത്തെ നമ്മൾ പറയുകയായിരുന്നു, അപരന്മാർ ചിലരൊക്കെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ വിമത സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിമതർ ഉൾപ്പെടെ തുടരുന്നുമുണ്ട് ചിലയിടങ്ങളിലെങ്കിലും എന്നൊക്കെയുള്ളത് പല മുന്നണികൾക്കും പാർട്ടികൾക്കുമൊക്കെ ആശങ്കയാണല്ലോ. ഏറ്റവും ഒടുവിലത്തെ ചിത്രം എങ്ങനെയാണ്? എത്ര സ്ഥാനാർത്ഥികളുണ്ട് മത്സരരംഗത്ത്? അനുജ, സ്മിത, 984 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ലഭ്യമായിരിക്കുന്ന ഒരു കണക്ക്. ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു കണക്ക് PRDയിൽ നിന്ന് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് 984 പേരാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. ഇതിൽ 269 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ നേരത്തെ തള്ളിയിരുന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഇവിടെ 17 സ്ഥാനാർത്ഥികളുണ്ട്. രണ്ടാമത് തിരുവനന്തപുരം സെൻട്രലിലാണുള്ളത്. ഇവിടെ 16 സ്ഥാനാർത്ഥികളുമുണ്ട്. അതിൽ ഏറ്റവും രസകരമായ സംഭവം, അപരന്മാരേത് വിമതരേതെന്ന് പലയിടത്തും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കത് കോഴിക്കോട് എലത്തൂരിൽ തന്നെ നമുക്ക് കണ്ടതാണ്. അവിടെ AK ശശീന്ദ്രൻ ഉണ്ട്. AK ശശീന്ദ്രന് പകരം PK ശശീന്ദ്രൻ കൂടി രംഗത്ത് വരുന്നു. AK ശശീന്ദ്രൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നം PK ശശീന്ദ്രന് ലഭിക്കുന്നു. ഇങ്ങനെ അതേസമയം ശശീന്ദ്രൻ അപരനോ അല്ലെങ്കിൽ വിമതനോ അല്ല. അദ്ദേഹം NCPയുടെ അജിത് പവാർ വിഭാഗവുമാണ്. പക്ഷേ NCPയുടെ ശരത് പവാർ വിഭാഗം AK ശശീന്ദ്രനും ടീമും പറയുന്നത് ഇത് വിമതനാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ UDF ഇറക്കിയിരിക്കുന്ന ഒരു അപരനാണോ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം, ഇന്ന് BJPയിലെ നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അപരനായി എത്തിയിരിക്കുന്ന രാജീവ്, ഇത് CPMന്റെ പാർട്ടി പ്രവർത്തകൻ, CPM ബ്രാഞ്ച് സെക്രട്ടറിയാണെന്നൊരു ആരോപണവുമായി BJP രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. പലയിടത്തും അപരന്മാർ നിലനിൽക്കുന്നുണ്ട്. PK ശശിക്ക് അപരനായി എത്തിയ ശശി PK ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും അപരനായി തുടരുന്നുണ്ട്. PV അൻവറിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെയുണ്ട്. പലയിടത്തും അപരന്മാർ അതേപടി തുടരുന്നുണ്ട്. നമുക്കറിയാം, മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ എല്ലാം തന്നെ തോൽവിക്ക് വലിയ കാരണമായത് ഇത്തരത്തിലുള്ള അപരന്മാരായിരുന്നു. അതുപോലെ തന്നെ VM സുധീറിനെ പോലുള്ളവരുടെ പരാജയത്തിനും അപരന്മാർ അക്കാലത്ത് വലിയ പങ്കുവഹിച്ച് നമുക്കറിയാം. എന്തായാലും ഇതിന്റെ ഒരു പോരാട്ട ചിത്രം വ്യക്തമായിരിക്കുന്നു. ഇനി എന്തായാലും ഇതിന്റെ വളരെ കൃത്യമായ ഒരു കണക്കിന് നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. അനുജ, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.